ഗുലാം നബി ആസാദിന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്, നമുക്കത് ശ്രദ്ധിക്കാം. मेरे ख्याल में देश के पहले प्रधानमंत्री थे जो इकोनॉमिस्ट, और उनकी छाप पूरी दुनिया में पड़ी. उनके इकोनॉमिक लिबरलाइजेशन के लिए, जिससे हिंदुस्तान का इकोनॉमिक नक्शा ही बदल गया. आज उनके क्रिटिक भी उनकी तारीफ करते. हमें दोनों को इकट्ठे काम करने का मौका एज कुलीग भी मिला 91 से 96 तक. नरसिम्हा राव जी की गवर्नमेंट में हम दोनों कैबिनेट मिनिस्टर थे. वो फिनांस मिनिस्टर थे, मैं सिविल एविएशन, टूरिज्म और पार्लियामेंट्री अफेयर्स मिनिस्टर था. तो बहुत ही अच्छे रिश्ते हमारे रहे आपस. मुझे याद है कि 93-94 में एज सिविल एविएशन मिनिस्टर जब मैं उसको प्राइवेट एयरलाइन को भी अलाउ करना चाहता था, तो मैं उनके पास बैठा और मैंने कहा कि मैं कैबिनेट में प्रपोज़ल ला रहा हूँ ओपन स्काई पॉलिसी, तो आपकी मदद की ज़रूरत चाहिए. तो उन्होंने कहा यही तो मैं चाहता था और आप लाइए, मदद करें. ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച ഇന്ത്യയെ നയിച്ച പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന അനുസ്മരണം വരുന്നുണ്ട്. ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ പാർലമെന്റിൽ സജീവമായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഡോക്ടർ സിംഗ് വിടവാങ്ങുന്നത്. രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങളോട് ആദരവ് പുലർത്തുകയും ജനാധിപത്യ സംരക്ഷണം എന്നത് ഏറ്റവും അടിസ്ഥാനപരമായ ദൗത്യമായി പരിഗണിക്കുകയും ചെയ്ത പ്രധാനമന്ത്രി കൂടിയായിരുന്നു ഡോക്ടർ സിംഗ്. വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ സംബന്ധിച്ചും നേരിടേണ്ടി വന്നപ്പോഴും താൻ വിശ്വസിച്ചിരുന്ന കാര്യങ്ങളിൽ ബോധ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതനുസരിച്ച് നിലപാടുകളിൽ മയപ്പെടുത്താതെ തീരുമാനങ്ങൾ പിൻവലിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്തു എന്നതാണ് ഡോക്ടർ സിംഗിൻ്റെ സവിശേഷത. സഞ്ജയ് ബാരുവിൻ്റെ ദ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകത്തിലെ പരാമർശങ്ങൾ പലകുറി പ്രതിപക്ഷത്തിനും രാഷ്ട്രീയ എതിരാളികൾക്കും ആയുധമായി മാറിയിരുന്നു ഡോക്ടർ സിംഗിൻ്റെ കാര്യത്തിൽ. പക്ഷേ എത്രമാത്രം വിമർശനങ്ങൾ ഉണ്ടാകുമ്പോഴും എത്രയും ക്രൂരമായ ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ചരിത്രം തന്നോട് കരുണ കാണിക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു. എപ്പോഴും മാധ്യമങ്ങളെ കാണുകയും എപ്പോഴും ചിരിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുകയും ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനോ രാഷ്ട്രീയ നേതാവോ ആയിരുന്നില്ല ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് വ്യാപരിച്ചിരുന്നത് മറ്റൊരു മേഖലയിലായിരുന്നു. ഒരു ജീനിയസ് എന്ന് നമുക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിനെ സംശയമില്ലാതെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഡോക്ടർ സിംഗ് ഒരു തികഞ്ഞ പ്രൊഫഷണൽ എന്ന നിലയിലാണ് അദ്ദേഹം കാര്യങ്ങളെ കണ്ടത്. നേരത്തെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയുമായിരുന്നു ഒരു ചായ പോലും വാങ്ങിത്തരാത്ത പ്രധാനമന്ത്രി എന്നൊക്കെ ഡോക്ടർ സിംഗിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. അദ്ദേഹം വ്യക്തിബന്ധങ്ങളിലെ ഊഷ്മളതയിലൊക്കെ വിശ്വസിക്കുമ്പോൾ പോലും അദ്ദേഹം തികഞ്ഞ പ്രൊഫഷണൽ എന്ന നിലയിൽ കാര്യങ്ങൾ കൃത്യതയോടുകൂടി നടപ്പാക്കുകയും തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് നടപടികളിലേക്ക് കടക്കുകയും പ്രായോഗിക തലത്തിൽ അദ്ദേഹം കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഡോക്ടർ സിംഗിൻ്റെ ഒരു പ്രവർത്തന ശൈലി. വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ മറുഭാഗത്ത് ഡോക്ടർ സിംഗിൻ്റെ നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ എങ്ങനെയാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വഴിവെച്ചത് എന്ന കാര്യം ചരിത്രം ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുകയും ചെയ്യും. നമുക്ക് എയിംസ് ആശുപത്രിയിലാണ് ഡോക്ടർ സിംഗിൻ്റെ മൃതശരീരം ഇപ്പോഴുള്ളത്. അല്പസമയത്തിനകം തന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ജൻപത്ത് 3 വസതിയിലേക്ക് കൊണ്ടുപോകും.